إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വച്ചത് അഹ്ലുൽ ബൈത്ത് ആരെന്നും അഹ്ലുൽ ബൈത്തിൽ എണ്ണപ്പെടുന്ന കുടുംബങ്ങൾ ഏതെന്നുമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുൽ ബൈത്തിനോടുള്ള ആലുൽ ബൈത്തിനോടുള്ള നബി കുടുംബത്തോടുള്ള അഖീദ എന്ത് എന്ന് വിശദീകരിക്കവെയാണ് ആ ഭാഗം നമ്മൾ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായത്. അതിൻ്റെ തുടർച്ചയായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉണർത്തുന്നത് ويحبون أهل بيت رسول الله صلى الله عليه وسلم ويتولونهم ويحفظون فيهم وصية رسول الله صلى الله عليه وسلم حيث قال يوم غدير قم أذكركم الله في أهل بيتي أذكركم الله في أهل بيتي. وقال أيضا للعباس عمه وقد شكى إليه أن بعض قريش يجف بني هاشم فقال والذي نفسي بيده لا يؤمنون حتى يحبوكم لله ولقرابتي. ويحبون أهل السنة والجماعة ഇഷ്ടപ്പെടുന്നു അഹ്ല ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ അഥവാ നബി കുടുംബത്തെ. വയതവല്ലൗനഹും അപ്രകാരം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നബി കുടുംബത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല വയഹ്ഫദൂന ഫീഹിം വസിയ്യത റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വയഹ്ഫദൂൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സൂക്ഷിക്കുന്നു ഫീഹിം അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ. എന്താണ് സൂക്ഷിക്കുന്നത്? വസിയ്യത റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തിനെ. ഹൈസു ഖാൽ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യൗമ ഗദീർ ഖും, ഗദീർ ഖുമ്മിന്റെ ദിവസം. ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി. ഗദീർ ഖുമ്മിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 18 നബുവത്തിന്റെ റിസാലത്തിന്റെ 11ാമത്തെ വർഷം ദുൽഹജ്ജ് 18ാമത്തെ ദിവസമാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ നിർവഹിച്ച് ഹജ്ജിന് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുന്ന സമയം ദുൽഹജ്ജ് 18 ഗദീർ ഖും എന്ന് പറയുന്ന സ്ഥലത്ത് സഹാബികളെ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജിന് വന്നതായ സഹാബികളെ ഒരുമിച്ച് കൂട്ടി. ഗദീർ ഖും എന്ന് പറഞ്ഞാൽ അത് മക്കയുടെയും മദീനന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ജുഹ്ഫയോട് അടുത്തുള്ള ജുഹ്ഫയിലേക്ക് ഗദീർ ഖുമ്മിൽ നിന്ന് 3 മൈൽ ദൂരമാണ്.
അവിടെ ഹും എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിന്റെ പേരാണ്. ആ വ്യക്തി താമസിച്ച ആ സ്ഥലത്ത് ഒരു ഖദീർ ഉണ്ടായിരുന്നു. ഖദീർ എന്ന് പറഞ്ഞാൽ ഒരു ജലത്തടാകം. അപ്പൊ അതുകൊണ്ടാണ് ഖദീർ ഹും എന്ന് ആ സ്ഥലത്തിന് പറയുന്നത്. ജുഹ്ഫയോടടുത്ത മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയത്. എന്നിട്ട് സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് പറഞ്ഞു. ആ വസിയത്ത് ഇമാം മുസ്ലിം സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതൻ മലക്കുൽ മൗത്ത് എന്നെ തേടി വരാൻ സമയമായിരിക്കുന്നു. അങ്ങനെ മലക്കുൽ മൗത്ത് എന്നെ തേടിയെത്തിയാൽ അള്ളാഹുവിന് ഉത്തരം നൽകുവാൻ സമയമെടുത്തിരിക്കുന്നു. ഭാരിച്ച 2 ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. എന്നിട്ട് ആ ഭാരിച്ച 2 ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആനാണ്, കിതാബാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കുവാനും അതേപോലെ അതനുസരിച്ച് ജീവിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയും അതിൽ ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഭാരിച്ച ഉത്തരവാദിത്തം അതാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കുന്നത്. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. ഉദക്കിറുകുമുല്ലാ എന്ന് പറഞ്ഞാൽ ഉസ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം, ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർക്കണം എന്നർത്ഥം. അള്ളാഹുവിനെ നിങ്ങൾ ഭയക്കണം എന്നർത്ഥം. ഏത് വിഷയത്തിൽ? ഫി അഹ്ലി ബൈത്തി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, നബി കുടുംബത്തിന്റെ വിഷയത്തിൽ. അഥവാ നബി കുടുംബത്തിന് മുസ്ലിമീങ്ങളിൽ നിന്ന് അവകാശങ്ങളുണ്ട്, നബി കുടുംബത്തിന് മുസ്ലിമീങ്ങളിൽ നിന്ന് അർഹതകളുണ്ട്. ആ അർഹതകളും അവകാശങ്ങളും മുസ്ലിമീങ്ങൾ പാഴാക്കിയാൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും, അള്ളാഹുവിന്റെ കോപം വന്നിറങ്ങും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. അതാണ് ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, നബി കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഉത്ബോധനമേകുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, പടച്ചതമ്പുരാന്റെ ശിക്ഷയെ ഭയക്കണം, അവർക്കുള്ള അവകാശങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. ഇതാണ് ഖദീർ ഹുമ്മിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു എന്ന് പറയുന്ന പ്രസിദ്ധമായ ഉപദേശം. അതിൽ 2 ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഉമ്മത്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ഒന്ന് വിശുദ്ധ ഖുർആൻ, 2 നബി കുടുംബം, അവർക്കുള്ള അവകാശങ്ങൾ. ഇത് ഇമാം മുസ്ലിം സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. പക്ഷെ ഷിയാക്കൾ ഇതിൽ ചിലത് കൂട്ടാറുണ്ട്. ഖദീർ ഹുമ്മിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാർക്ക് തന്റെ കാലശേഷം അലിയാരെ ഉത്തരാവകാശിയാക്കി വസിയാക്കിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഷിയാക്കളെ ജലിപ്പിക്കാറുള്ളത്. അങ്ങനെ ഒരു വസിയത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അലിയാർക്ക് വസിയത്ത് ഓതി എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ധാരാളം സഹാബികൾ ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബികളിൽ നിന്ന് സഹിയായിട്ട് അപ്രകാരം റിപ്പോർട്ട് വന്നിട്ടില്ല. പ്രസ്തുത റസൂലുള്ളാഹിന്റെ 2 ഉപദേശമാണ് ഉണ്ടായത്. ഒന്ന്, അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിച്ച് ജീവിക്കുവാൻ. 2, നബി കുടുംബത്തിന്റെ അവകാശങ്ങൾ പാഴാക്കാതെ ജീവിക്കുവാൻ. അങ്ങനെ പാഴാക്കിയാൽ അള്ളാഹുവിനെ നിങ്ങൾ ഭയക്കേണ്ടതുണ്ട്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖദീർ ഹുമ്മിലെ ഉപദേശം. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, വയഹ്ഫദൂന ഫീഹിം, നബി കുടുംബത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് കാത്തു സൂക്ഷിക്കുന്നു വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തിനെ ഹൈസു ഖാല യൗമ ഖദീറിഖും, ഖദീർ ഖുമ്മിന്റെ ദിവസത്തിൽ, അഥവാ ദുൽഹജ്ജ് 10-ന് ഹിജ്റാബ്ദം 10 ദുൽഹജ്ജ് 18-ന്റെ ദിവസം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുന്ന ദിവസം. റസൂലുള്ളാഹിന്റെ ഉപദേശം അത് ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി എന്നുള്ള ഉപദേശമാണ്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കാത്തു സൂക്ഷിക്കുന്നു. വഖാല അയ്ദൻ ലിൽ അബ്ബാസ് അമ്മിഹി, വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആരോട്? അയ്ദൻ ലിൽ അബ്ബാസ്, അബ്ബാസിനോട്. അബ്ബാസ് ആരാണ്? അമ്മിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എപ്പോ? വഖദ് ഇഷ്തക ഇലൈഹി അന്ന ബഅദ ഖുറൈശിൻ യജ്ഫു ബനി ഹാഷിം. വഖദ് ഇഷ്തക, ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആവലാതി ബോധിപ്പിച്ചു ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്ത്? അന്ന ബഅദ ഖുറൈശിൻ, ഖുറൈശികളിൽ ചിലർ
യജ്ഫു ബനി ഹാഷിം, ബനു ഹാഷിമിനെ വെറുക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറഞ്ഞ രാവലാതിയാണത്. അതായത് ബനു ഹാഷിമിനെ ചിലർ വെറുക്കുന്നു, ഖുറൈശികളിൽ ചിലർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനോട് പറഞ്ഞു, ഫഖാൽ വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനൂന ഹത്താ യുഹിബ്ബൂകും ലില്ലാഹ് വലിഖറാബതി. വല്ലദീ നഫ്സി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അഥവാ അള്ളാഹുവാണ് സത്യം. ലാ യുഅ്മിനൂൻ, ആളുകൾ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹിബ്ബൂകും, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് വരെ. ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതായത് അള്ളാഹുവിന് വേണ്ടി നബി കുടുംബത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വരെ ആളുകൾ വിശ്വാസികളാവുകയില്ല, അവരുടെ ഈമാൻ പൂർണ്ണാവൂല എന്നർത്ഥം. വലി ഖറാബത്തി, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ അഹ്ലുൽ ബൈത്തിനെ ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം വലി ഖറാബത്തി, അഹ്ലുൽ ബൈത്തിനെ ഇഷ്ടപ്പെടുന്നത് നബി കുടുംബത്തോടുള്ള, നബി കുടുംബത്തിന്റെ ഖറാബത്താണ്, ബന്ധുക്കളാണ് എന്നതിനാലാണ്. അപ്പൊ നമ്മൾ ദുനിയാവിൽ ആളുകൾ അന്യോന്യം ഇഷ്ടപ്പെടുന്നത് എന്തിനാ? അൽ ഹുബ്ബു ലില്ലാഹ് വൽ ബുഗ്ദു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ അന്യോന്യം ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന് വേണ്ടിയാണ് അന്യോന്യം നമ്മൾ വെറുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അന്യോന്യം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്കാണ് അർശിന്റെ തണലേകുക അന്ത്യനാളിൽ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, രണ്ടാളുകൾ അവർ അന്യോന്യം അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെട്ട്. ഫീഹി ഇഫ്തിറാഖും മിൻഹുമാ വവിസാൽ, രണ്ടാളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും കണ്ടുമുട്ടുന്നതും വേർപിരിയുന്നതും അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള രണ്ടാളുകൾക്ക് അർശിന്റെ തണലേകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. പക്ഷെ നബി കുടുംബത്തെ സ്നേഹിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം സ്നേഹം. പിന്നെ വലി ഖറാബത്തി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ എൻ്റെ ബന്ധുക്കളാണ് എന്നതിനാലാണ് നബി കുടുംബത്തിനെ സ്നേഹിക്കുന്നത്. രണ്ട് കാര്യമുണ്ട്. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ് എന്നതിനാലും നബി കുടുംബത്തെ സ്നേഹിക്കണം. അത് സാധാരണ അന്യോന്യം സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ പറഞ്ഞതായ ഒരു സംഗതിയാണ്. റസൂലുള്ളാഹിന്റെ ഖറാബത്താണ്, ബന്ധുക്കളാണ് എന്നതിനാലാണ് നമ്മൾ നബി കുടുംബത്തെ സ്നേഹിക്കുന്നത്. അപ്പോ അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ് എന്നതിന് വേണ്ടിയും നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് വരെ ലാ യുഅ്മിനൂൻ, ആളുകളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് പറയുകയുണ്ടായി. ചിലർ, ഖുറൈശികളിൽ ചിലർ നബി കുടുംബത്തെ വെറുക്കുന്നു, ഇഷ്ടപ്പെടുന്നില്ല എന്ന ആവലാതിയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉയർത്തിയത്. അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇദ്ദേഹത്തിന്റെ മക്കളാണ് അബ്ദുള്ള ഇബ്നു അബ്ബാസ്, ഫദ്ൽ ഇബ്നു അബ്ബാസ്, കുസും ഇബ്നു അബ്ബാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നബി കുടുംബത്തിൽ എണ്ണപ്പെടുന്ന മെമ്പർമാരിൽ ആലുൽ അബ്ബാസ്, അബ്ബാസിന്റെ കുടുംബത്തെ നമ്മൾ പറഞ്ഞു. അത് ഈ അബ്ബാസിലേക്ക് ചേർത്തിട്ടാണ്. ഏതായാലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ് നബി കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത്. നബി കുടുംബത്തിനുള്ള അവകാശം ഒരിക്കലും ഹനിക്കുവാനോ അതേപോലെ തന്നെ അത് കുറക്കുവാനോ പാടുള്ളതല്ല. അലി റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹത്തോട് വിദ്വേഷം വെച്ച് പുലർത്തി അദ്ദേഹത്തെ വധിച്ച അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിബിനെ പോലെ, അതേപോലെ തന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് വിദ്വേഷം വെച്ച് പുലർത്തി അദ്ദേഹത്തിനെ വധിക്കുവാൻ ശ്രമം നടത്തിയ കൂഫയിലെ ചില ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കർബലയിൽ വധിച്ചതായ ഇറാഖിലെ ദുഷ്ടന്മാർ, അതിൽ പങ്കാളികളായവർ, അവരുടെ ഒന്നും രീതി ഒരിക്കലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയല്ല. പ്രത്യുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം ശിരസ വഹിച്ച് അഹ്ലുൽ ബൈത്തിനോട്, നബി കുടുംബത്തോട് സ്നേഹം വെച്ച് പുലർത്തുന്നവരാകുന്നു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആലുൽ ബൈത്തിനോടും അഹ്ലുൽ ബൈത്തിനോടും സ്നേഹം വെക്കുക എന്ന വ്യാജേന ചിലർ അവരുടെ വിഷയത്തിൽ അതിരുവിട്ടിട്ടുണ്ട്. അങ്ങനെ അതിരുവിട്ട
സ്നേഹപ്രകടനം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനില്ല. ഷിയാക്കളിൽ അബ്ദുല്ലാഹ് ഇബ്നു സബയിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന സബയിയ കക്ഷി അലിയെ സ്നേഹിച്ച് ആദരിച്ച്, അവർ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല ആദരിച്ചിട്ടില്ല, എന്നാലും അവരുടെ വാദപ്രകാരം അവർ സ്നേഹിച്ചു ആദരിച്ചു എന്ന് പറഞ്ഞിട്ട് അലിയാരെ അവർ ഇലാഹാക്കി വാഴ്ത്തി. നീ ഞങ്ങളുടെ ഇലാഹാണ് എന്ന് അവർ അലിയാരോട് പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു അതിൽ അവരോട് എതിരാവുകയും അവരത് പറഞ്ഞതിന്റെ പേരിൽ അലി റളിയല്ലാഹു തആല അൻഹു അവരെ തീയിലെറിഞ്ഞ് ചുട്ടുകൊല്ലുകയും ഉണ്ടായി എന്നാണ്. കാരണം അങ്ങനെ അലിയാരുടെ മുഖത്ത് നോക്കിയിട്ടാണ് അദ്ദേഹത്തിൽ അവർ ദിവ്യത്വം ജൽപ്പിക്കുകയുണ്ടായത്. അപ്പൊ ആ കാട് കയറിയ സ്നേഹപ്രകടനം അതില്ല. പിന്നെയോ ഇസ്ലാമിക ശരീഅത്ത് വരച്ചു കാണിക്കുന്നതായ അഹ്ലുൽ ബൈത്തിനുള്ള സ്നേഹം അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് വകവെക്കുന്നു. അതിൽ കുറഞ്ഞ സമീപനമല്ല, തീവ്രമായ സമീപനവും പാടുള്ളതല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടർത്തി പറയുകയാണ് നബി കുടുംബത്തിന്റെ വിഷയത്തിൽ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ അസ്തഫ ബനി ഇസ്മാഈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫ മിൻ ബനി ഇസ്മാഈല കിനാന, ഇസ്മായിൽ സന്തതികളിൽ നിന്ന് അല്ലാഹു കിനാനത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫ മിൻ കിനാനത, കിനാനയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു ഖുറൈശൻ, ഖുറൈശികളെ. വസ്തഫ മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു ബനി ഹാഷിം, ബനു ഹാഷിമിനെ. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്നാണ് അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മുസ്ലിം വാസില ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഇപ്രകാരമുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിന്റെ മഹത്വം അറിയിക്കാനാണ് ഈ ഹദീസ് പറയുന്നത്. എന്താ? ഇന്നല്ലാഹ അസ്തഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു ബനി ഇസ്മായിൽ, ഇസ്മായിലിന്റെ സന്താന പരമ്പര. ആരെ ഇസ്മായിൽ? ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രണ്ട് മക്കൾ, ഇസ്ഹാഖും ഇസ്മായിലും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാറയിലൂടെ ഇസ്ഹാഖ് എന്ന കുട്ടിയും ഹാജർ അലൈഹിസ്സലാമയിലൂടെ ഇസ്മായിൽ എന്ന കുട്ടിയുണ്ടായി. ഇസ്മായിലിന്റെ സന്താന പരമ്പര അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു എന്ന് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ബനി ഇസ്മായിൽ, ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു കിനാന. കിനാന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽ 14ാമത്തെ ഉപ്പയാണ്. 14ാമത്തെ ഉപ്പ. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമും അബ്ദു മനാഫും വഖുസൈ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാക്കന്മാരുടെ പേരുകൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ 14ാമത്തെ ഉപ്പായുടെ പേരാണ് കിനാന. ഈ കിനാനത്തിന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ കിനാന, കിനാനയുടെ ആ പരമ്പര അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു ഖുറൈശൻ, ഖുറൈശിനെ തെരഞ്ഞെടുത്തു. ഖുറൈശ് ആരാ? ഖുറൈശ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽ 11ാമത്തെ പ്രപിതാവാണ്. അദ്ദേഹത്തിന്റെ പേര് ഫിഹ്ർ ഇബ്നു മാലിക് എന്നാണ്. ഫിഹ്ർ ഇബ്നു മാലിക്. ഫിഹ്ർ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ, പിതൃ ശൃംഖലയിൽ 11ാമത്തെ കണ്ണി. അദ്ദേഹത്തിന്റെ വിളിപ്പേരായിരുന്നു ഖുറൈശ്. ഫിഹ്ർ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം വളരെ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഫിഹ്ർ ഇബ്നു മാലിക്കിന് ചരിത്രത്തിൽ കിട്ടിയ സ്ഥാനപ്പേരാണ് ഖുറൈശ് എന്നുള്ളത്. ഖുറൈശ് യഥാർത്ഥത്തിൽ പിന്നീട് ഖുറൈശ് പറയുന്ന അറിയപ്പെട്ട ഗോത്രം ഈ പിതാവിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത്, ഫിഹ്ർ ഇബ്നു മാലിക്കിലേക്ക് ചേർത്തിട്ട്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ ഒരു മത്സ്യമാണ്. നമ്മൾ ഗിർഷ് എന്ന് പറയും. ഖുറൈശ്. ഇബ്നു ഹജർ ഒരു കവിത പറയാറുണ്ട്, ഖുറൈശുൻ ഹിയല്ലതി തസ്കുനുൽ ബഹ്റ ലിദാ സുമ്മിയത് ഖുറൈശുൻ ഖുറൈശ തഅകുലുൽ ഗസ്സ വസ്സമീന വല തത്രുക് ലിദി ജനാഹൈനി രീശ എന്ന് തുടങ്ങിയിട്ട് ഹാകദാ ഫിൽ അർളി ഹയ്യുൻ ഖുറൈശുൻ എന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ അത് സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യമാണ്. ആ മത്സ്യത്തിന്റെ സ്വഭാവമുള്ളത് കാരണത്താലാണ് ഖുറൈശിന് ഖുറൈശ് എന്ന് പേരിട്ടത്. ഖുറൈശ് മത്സ്യത്തിന്റെ പ്രത്യേകത തഅകുലുൽ ഗസ്സ വസ്സമീൻ, അത് തടിച്ചതും മെലിഞ്ഞതൊക്കെ തിന്നും. വല തത്രുക് ലിദി ജനാഹൈനി രീശ, രണ്ട് ചിറകുള്ള ഒന്നിനും ഒരു ചിറകും ബാക്കിക്കൂല എന്ന് പറഞ്ഞാൽ മറ്റു മത്സ്യങ്ങളൊക്കെ വേട്ടയാടും എന്നുള്ള അർത്ഥത്തിൽ
എല്ലാവരെയും അതിജയിച്ച് നിൽക്കുക എന്നൊരു പ്രത്യേകത ആ മത്സ്യത്തിനുണ്ട്. ആ ഒരു പ്രത്യേകത ഖുറൈശ് എന്ന് പറയുന്ന ഗോത്രത്തിനുള്ളത് കാരണത്താൽ ആ ഗോത്രത്തിന് ഖുറൈശ് എന്ന പേര് വീണു എന്നൊക്കെ ഇബ്നു ഹജർ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അലാ കുല്ലിൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കിനാനത്തിൽ നിന്ന്, അതായത് കിനാന ഗോത്രത്തിൽ നിന്ന് ഖുറൈശ് ഗോത്രത്തെ, ഉപഗോത്രത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ഖുറൈശ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 11ാമത്തെ ഉപ്പാപ്പ ഫിഹ്ർ ബിൻ മാലിക്കിലേക്ക് ചേർക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയ്ക്ക് ആ ഗോത്രത്തിന് ഖുറൈശ് എന്ന് പേര് വിളിക്കപ്പെടുകയുണ്ടായി. വസ്തഫ മിൻ ഖുറൈശ്, ഖുറൈശിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് ആരെ? ബനു ഹാഷിമിനെ. നമ്മൾ ബനു ഹാഷിമിനെ കുറിച്ച് പറഞ്ഞു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിമിന്റെ വാപ്പ അബ്ദു മനാഫിന് 4 മക്കൾ. അവരെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. നൗഫൽ, അബ്ദു ഷംസ്, ഹാഷിം, മുത്തലിബ്. അതിൽ ഇവിടെ ഈ ഹാഷിമിന്റെ മക്കളെയാണ് പറയുന്നത് ബനു ഹാഷിം. ബനുൽ മുത്തലിബ് ഇല്ല, ബനു അബ്ദു ഷംസ് ഇല്ല, അതേപോലെ തന്നെ ബനു നൗഫലും ഇല്ല. പിന്നെ ബനു ഹാഷിം, അബ്ദു മനാഫിന്റെ മക്കളിൽ ഹാഷിമിന്റെ മക്കൾ ബനു ഹാഷിം, അവരെയാണ് ഇവിടെ പറയുന്നത്. വസ്തഫ മിൻ ഖുറൈശ്, ഖുറൈശിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു ബനു ഹാഷിമിനെ. ബനു ഹാഷിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുൽ മുത്തലിബിന്റെ സന്താന പരമ്പര അവരെ. കാരണം ഹാഷിമിന്റെ മകനാണ് ആര്? അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഷൈബ. അബ്ദുൽ മുത്തലിബിന് ധാരാളം ആൺമക്കളുണ്ട്, പെൺമക്കളുമുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേട്ടതുപോലെ അബ്ബാസ്, അതേപോലെ തന്നെ ഹംസത്ത്, റസൂലുള്ളാഹിന്റെ വാപ്പ അബ്ദുള്ള, ഇതേപോലെ തന്നെ ധാരാളം മക്കളുണ്ട്. ആർക്ക്? അബ്ദുൽ മുത്തലിബിന്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഉമൈമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു അമ്മായി ബർറ, അതേപോലെ തന്നെ പിന്നെ ഉമ്മുൽ ഹക്കീം, അതേപോലെ തന്നെ സഫിയ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ആതിക, ഇവരൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ്. അപ്പൊ ബനു ഹാഷിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുടുംബത്തെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഹാഷിമിനെ പ്രത്യേകം തെരഞ്ഞെടുത്ത്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വസ്തഫാനി, അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്ത്. ബനു ഹാഷിം എന്ന് പറഞ്ഞാൽ അബ്ദു മനാഫിന്റെ മകൻ, ഹാഷിമിന്റെ മകൻ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുള്ളയുടെ മകൻ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബ്ദുള്ളക്ക് ഒരൊറ്റ കുട്ടിയാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു. അപ്പോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറയുന്നത് നബി കുടുംബത്തിന്റെ മഹത്വം ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിന്റെ പേരിൽ പറഞ്ഞതായി ഇത്തരം ഹദീസുകളെ അംഗീകരിക്കുന്നു. പിന്നീട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തുടർത്തി പറയുന്നത് ويتولون أزواج رسول الله صلى الله عليه وسلم أمهات المؤمنين ويقرون بأنهن أزواجه في الآخرة خصوصا خديجة أم أكثر أولاده وأول من آمن به وعاضده على أمره وكان لها منه المنزلة العالية والصديقة بنت الصديق التي قال فيها النبي صلى الله عليه وسلم فضل عائشة على النساء كفضل الثريد على سائر الطعام ويتولون أهل السنة والجماعة ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ആരെ? അസ്വാജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ? ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് യതവല്ലൗൻ, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. മാത്രല്ല അവരെ സഹായിക്കുകയും അവരെ തൊട്ട് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞതായ മഹത്വങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിച്ച് അംഗീകരിക്കുന്നു. ഇവിടെ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാർ, അത് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹയിൽ തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം കല്യാണം കഴിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹ എന്നിവരെയാണ്. എല്ലാവരെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ സഹായിക്കുകയും അതേപോലെ തന്നെ അവരെ തൊട്ട് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ശത്രുക്കൾ അവരെ മോശമായി പറയുന്ന സ്ഥിതി വിശേഷം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ തൊട്ട് പ്രതിരോധിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബി, ഈ നബി അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് സ്വന്തം ശരീരങ്ങളെക്കാൾ ബാധ്യതയുള്ളവരും കടപ്പെട്ടവരുമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തെക്കാൾ കടപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. വ അസ്വാജുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുഹും, വിശ്വാസികളുടെ മാതാക്കളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിൽ ഉണർത്തിയതാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. ഖദീജ ബിൻത് ഖുവൈലിദ് അൽ അസദിയ, സൗദ ബിൻത് സംഅ അൽ ഖുറശിയ, ആയിഷ ബിൻത് സിദ്ദീഖ് അബൂബക്കർ അസ്-സിദ്ദീഖ് അത്തൈമിയ, ഹഫ്സ ബിൻത് ഉമർ ഇബ്നു അൽ ഖത്താബ് അൽ അദവിയ, സൈനബ് ബിൻത് ഖുസൈമ അൽ ഹിലാലിയ അൽ മുസ്തലഖിയ, സൈനബ് ബിൻത് ജഹ്ഷ് അൽ ഖുറശിയ, ഉമ്മു സലമ ബിൻത് അബി ഉമയ്യ അൽ ഖുറശിയ, ജുവൈരിയ ബിൻത് അൽ ഹാരിസ് ഇബ്നു അബി ദറാർ അൽ മുസ്തലഖിയ, സഫിയ ബിൻത് ഹുയൈ അൻ-നദീരിയത്തുൽ ഖൈബരിയ, റംല ബിൻത് അബി സുഫിയാൻ അൽ അമവിയ, മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഇവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇവർ ആരുടെ നേരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ അവരെ തൊട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. മാത്രല്ല വയുമിനൂൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു ബി അന്നഹുന്ന അസ്വാജുഹു ഫിൽ ആഖിറ, ബി അന്നഹുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അസ്വാജുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്, ഫിൽ ആഖിറതി, അന്ത്യനാളിലും ആഖിറത്തിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആഖിറത്തിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാർ തന്നെ. ഇത് പറയാൻ കാരണം എന്താ? ഇത് പറയാൻ കാരണം ഷിയാക്കളുടെ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, ഇവരൊക്കെ ദീനിൽ നിന്ന് പുറത്തു പോയിക്കണ്, അവരൊക്കെ കാഫിറുകളാണ്, നഊദു ബില്ലാഹ് എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അവരുടെ പ്രതീക്ഷിക്കപ്പെടുന്ന മഹദി വന്നാൽ ആയിഷ റളിയല്ലാഹു തആലയെയും ഹഫ്സയെയും ഖബറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ശിക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. ഫാത്തിമ റളിയല്ലാഹു തആലയെ കൊണ്ട് ആയിഷയെ പ്രതിക്രിയ ചെയ്യിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്, നഊദു ബില്ലാഹ്. അപ്പോൾ അഹ്ലുസുന്ന ആ വിശ്വാസക്കാരല്ല. പിന്നെയോ ഇവർ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആഖിറത്തിലും ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. ആ വിഷയത്തിൽ ഹദീസുകൾ സഹിയായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ഉമ്മയെ കാണിച്ചിട്ട് പറഞ്ഞത്, ഇവർ ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഭാര്യയാണ് എന്നുള്ളതാണ്. ഹഫ്സയുടെ വിഷയത്തിലും, ഹഫ്സ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ ഭാര്യയാണ്. ഇന്നഹ സവ്വാമത്തുൻ ഖവ്വാമ, പകലിൽ ധാരാളം നോമ്പനുഷ്ഠിക്കുന്ന, രാവുകളിൽ തഹജ്ജുദും ഖിയാമുൽ ലൈലും നിസ്കരിക്കുന്ന മഹദിയാണ് ഹഫ്സ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ വഹ്യ്.
അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഈ ആദർശം അവരുടെ വിഷയത്തിൽ മുറുകെ പിടിക്കുന്നു. ഈയിടെ ബ്രിട്ടനിൽ ഷിയാക്കളുടെ ഒരു നെറികേട് പാർക്കുന്നുണ്ട്. യാസിറുൽ ഹബീബ് എന്നാണ് അവൻ്റെ പേര്. പക്ഷേ ആ പേര് അർത്ഥമാക്കുന്നതിൻ്റെ നേർ വിപരീത അർത്ഥമാണ് അവനുള്ളത്. യാസിറുൽ ഹബീബ് അല്ല, യാസിറുൽ ഹബീസാണ്. മ്ലേച്ഛൻ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് ഒരിക്കലും ഒരു സാധാരണ സ്ത്രീയെക്കുറിച്ച് പോലും പറയുവാൻ സങ്കല്പിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് അവൻ ഛർദ്ദിക്കുകയുണ്ടായത്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അവർ നരകത്തിന്റെ അടിത്തട്ടിൽ തലക്കീഴ്മേൽ കെട്ടിത്തൂക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് വരെ ദുഷ്ടൻ അന്ന് ഗർജിക്കുകയുണ്ടായി. ലഅനഹുല്ലാഹു ലഅനൻ ശദീദ. ക്യാൻസർ ബാധിച്ച് പണി തീർന്നോന്നറിയില്ല. ഏതായാലും അള്ളാഹു അവന് ഹിദായത്ത് വിധിച്ചിട്ടില്ല എങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ അവന്റെ ഷർറിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അവൻ അർഹിക്കുന്നത് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യട്ടെ. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആ വിശ്വാസം അതിൽ നിരുത്തരവാദിയാണ്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആഖിറത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു. അർശിനെ വഹിക്കുന്ന മലക്കുകളും അർശിന് ചുറ്റിലുമുള്ളതായ മലക്കുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ ഹംദിനെ വാഴ്ത്തി പുകഴ്ത്തുന്നവരാണ്. വയുഅ്മിനൂന ബിഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുമാണ്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് പാപമോചനത്തിന് തേടുന്നവരുമാണ് അർശിനെ വഹിക്കുന്നവരും അർശിന് ചുറ്റിലുമുള്ളതായ മലക്കുകൾ. എന്നിട്ട് മലക്കുകളുടെ പ്രാർത്ഥന പറയണം, റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ, നിന്റെ അറിവ് കൊണ്ടും നിന്റെ റഹ്മത്ത് കൊണ്ടും നീ എല്ലാ വസ്തുക്കൾക്കും അതിനെ വിശാലമാക്കിയിരിക്കുന്നു. അള്ളാന്റെ അറിവും എല്ലായിടത്തും ഉണ്ട്, അള്ളാന്റെ റഹ്മത്തും എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് മലക്കുകൾ പറയാണ്, ഫഗ്ഫിർ ലില്ലദീന താബു, അല്ലാഹുവേ തൗബ ചെയ്യുന്നവർക്ക് നീ പൊറുക്കണമേ. വത്തബിഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റിയവർക്കും നീ പൊറുക്കണമേ. വഖിഹിം അദാബൽ ജഹീം, നരകത്തിന്റെ അദാബിൽ നിന്ന് നീ അവരെ കാത്തു സൂക്ഷിക്കണമേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, മലക്കുകളുടെ പ്രാർത്ഥനയാണ്. വഅദ്ഖിൽഹും, നീ തൗബ ചെയ്ത് നിന്റെ മാർഗം പിൻപറ്റിയവർ അവരെ പ്രവേശിപ്പിക്കണമേ. ജന്നാതി ആദിനിൻ അല്ലതി വഅതഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്തതായ ജന്നാത്തു ആദിൻ, നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണമേ. വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സന്മാർഗം പിൻപറ്റിയവർ നന്നായവർ അവരെയും, വ അസ്വാജിഹിം, അവരുടെ ഇണകളെയും, വ ദുർരിയാതിഹിം, അവരുടെ സന്തതികളെയും. ഇന്നക അൻതൽ അസീസ്, നീയാകുന്നു അൽ അസീസ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലക്കുകൾ, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ ദുആ കൊടുക്കുകയാണ്. എന്താ ദുആ? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിന്റെ മാർഗം പിൻപറ്റിയവരെ അള്ളാഹുവെ നീ നരകത്തിൽ നിന്ന് കാക്കണമേ, നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണമേ. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ അവരെ പ്രവേശിപ്പിക്കണമേ. ഇത് മലക്കുകളുടെ പ്രാർത്ഥനയാണ് വിശ്വാസികൾക്ക്, വിശ്വാസികളുടെ മാതാപിതാക്കൾക്ക്, ഇണകൾക്ക്, മക്കൾക്ക്. ഇതിലൊന്നാമത് പ്രവേശിക്കാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത്തരം ദുഷ്ടന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചിട്ട് പാടില്ലാത്ത കാര്യങ്ങൾ, അവർ നരകത്തിലാണ്, അല്ലെങ്കിൽ അവർ അവിശ്വാസത്തിലായിരുന്നു തുടങ്ങിയതായിട്ടുള്ളത് പറയുക? നഊദു ബില്ലാഹ്. അപ്പോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആഖിറത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. ശൈഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നു, ഖുസൂസൻ ഖദീജത ഉമ്മ അക്സരി ഔലാദിഹി, വിശിഷ്യ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത ഉമ്മ അക്സരി ഔലാദിഹി, റസൂലുള്ളാഹിന്റെ മക്കളിൽ കൂടുതൽ മക്കളുടെയും മാതാവാണ് അവർ. വ അവ്വല മൻ ആമന ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യം വിശ്വസിച്ച മഹദിയാണ് അവർ. വഅദദഹു അലാ അംരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ദഅവത്തിന്റെ വിഷയത്തിൽ ദീനിന്റെ മാർഗേണ റസൂലുള്ളാഹിയെ സഹായിച്ചവരാണ് അവർ.
വകാന ലഹാ മിൻഹുൽ മൻസിലത്തുൽ ആലിയ. മാത്രമല്ല വകാന ലഹാ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിരുന്നു അൽ മൻസിലത്തുൽ ആലിയ, ഉന്നത സ്ഥാനം. അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചിട്ട് അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. ഖുസൂസൻ ഖദീജ, വിശിഷ്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ആദ്യ ഭാര്യ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സുള്ളപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി കല്യാണം കഴിക്കുന്നത്. അന്ന് അവർക്ക് 40 വയസ്സായിരുന്നു. രണ്ടുപേർ അവരെ കല്യാണം കഴിച്ചിട്ട് അവരിൽ നിന്ന് വിധവയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. വളരെ ബുദ്ധിമതിയായ മഹദിയായിരുന്നു. ബുദ്ധി കൂർമ്മത കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും പേര് കേട്ട മഹദിയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അക്സറ ഔലാദി, റസൂലുള്ളാഹിന്റെ മക്കളിൽ കൂടുതൽ മക്കളുടെയും മാതാവ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ആരൊക്കെയാ? അൽ ഖാസിം, അബ്ദുള്ള എന്നീ ആൺകുട്ടികൾ. അൽ ഖാസിം എന്ന റസൂലുള്ളാഹിന്റെ മൂത്ത കുട്ടി, അബ്ദുള്ള എന്ന് പറഞ്ഞ വേറെ കുട്ടി. ആ കുട്ടിക്ക് അത്തയ്യിബ്, അത്താഹിർ എന്നീ വിളിപ്പേരുകളുണ്ട്. പിന്നെ റസൂലുള്ളാഹിന്റെ പെൺമക്കൾ സൈനബ്, ഉമ്മു കുൽസും, റുഖയ്യ, ഫാത്തിമ. റസൂലുള്ളാഹിന്റെ മൂത്ത ആൺകുട്ടിയാണ് അൽ ഖാസിം, മൂത്ത പെൺകുട്ടി സൈനബ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളാണ്. അതിൽ 6 മക്കളുടെയും മാതാവാണ് ആര്? ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി അത് മാരിയ അൽ ഖിബ്തിയ എന്ന് പറയുന്ന മഹദിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവർ അടിമ സ്ത്രീയായിരുന്നു. പിന്നെ അവ്വല മൻ ആമന ബിഹി വഅദദഹു അലാ അംരിഹി, റസൂലുള്ളാഹിയിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ലഭിച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ വഹീന്റെ 5 വചനങ്ങൾ ലഭിച്ച് ഗാറ ഹിറയിൽ നിന്ന് പനി പിടിച്ച് വിറച്ചു വരുന്ന ആ വേളയിൽ തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാർത്ത കേട്ട് റസൂലുള്ളാഹിയെയും കൊണ്ട് തൻ്റെ പിതൃപുത്രൻ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിയെ കൊണ്ടുപോയത് ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. റസൂലുള്ളാഹിയെ അവർ സഹായിക്കുകയുണ്ടായി. അതാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത് വഅദദഹു അലാ അംരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ റസൂലുള്ളാഹിയെ സഹായിച്ചു. ഇസ്ലാമിന്റെ വിഷയത്തിൽ, ഇസ്ലാമിക ദഅവത്തിന്റെ വിഷയത്തിൽ ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായമായി വർത്തിച്ചത് ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ജനങ്ങളെല്ലാവരും അവരുടെ ദീനാറുകളും ദിർഹമുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തടഞ്ഞ വേളയിൽ ഖദീജയാണ് എന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മഹത്വം എടുത്തു പറയുന്നത് കാണുവാൻ സാധിക്കും. മാത്രമല്ല ശൈഖുൽ ഇസ്ലാം പറയുന്നു വകാന ലഹാ മിൻഹുൽ മൻസിലത്തുൽ ആലിയ, ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് റസൂലുള്ളാഹിയിൽ നിന്ന് ഉന്നത സ്ഥാനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയും കാനത്ത് വകാനത്ത് വകാന ലി മിൻഹാ വലദ്. റസൂൽ അവരെ പുകഴ്ത്തി പറയാണ് കാനത്ത് വകാനത്ത്, ധാരാളം ഉത്കൃഷ്ട ഉത്തമ ഗുണങ്ങളുള്ള സ്ത്രീയായിരുന്നു ഖദീജ, എനിക്ക് കുട്ടികൾ ഉണ്ടായത് അവരിലൂടെയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ദുഃഖിച്ച വർഷമാണ് നുബുവത്തിന്റെ 10ാമത്തെ വർഷം. അത് ഈ ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടതിൽ പിന്നെയായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗാനന്തരം ഖദീജയെ എപ്പോഴും ഓർക്കുന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതര ഭാര്യമാരിൽ ചിലർക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ റസൂലുള്ളാഹി മദീന ഹിജ്റയ്ക്ക് ശേഷം ആയിഷമ്മയോടൊപ്പം ഇരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി ഹാല വന്ന് റസൂലുള്ളാഹിയെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് വാതിൽ മുട്ട് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഹാലയാണ്, ഖദീജയുടെ സഹോദരി. അപ്പോൾ ആയിഷമ്മ റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂൽ അനുവാദം ചോദിക്കുന്നത് ഹാലയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഉടൻ ഹാല ഉഖ്തു ഖദീജ, ഖദീജയുടെ സഹോദരി ഹാലയാണോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ്, മനുഷ്യ സഹജമായ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, റസൂലെ, ഖുറൈശി വൃദ്ധ സ്ത്രീകളിൽ കിളവികളിൽ ഒരു കിളവിയായിരുന്നു ഖദീജ, നിങ്ങൾ അവരെ ഇപ്പോഴും ഓർക്കുകയാണോ
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല എന്നിവർ അവിടെ വെച്ച് ഖദീജ റളിയല്ലാഹു തആല അൻഹക്കുണ്ടായിരുന്നതായ മഹത്വങ്ങൾ എണ്ണി അവരെ അത് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർ നമ്മളുടെ ഉമ്മമാരാണ്. വിശിഷ്യ അവരിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പിന്നീട് പറയുന്നത് വസിദ്ദീഖത ബിൻതി സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകൾ സിദ്ദീഖയെ അപ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ ഇതര ഭാര്യമാരിൽ അപേക്ഷിച്ച് ഖദീജയെ അഹ്ലു സുന്നത്ത് പ്രത്യേകം ആദരിക്കുന്നു. അതേപോലെ തന്നെ സിദ്ദീഖിന്റെ മകൾ അസിദ്ദീഖയെ, സിദ്ദീഖിന്റെ മകൾ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസിദ്ദീഖ, സിദ്ദീഖ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവർക്ക് സിദ്ദീഖ എന്ന് പറയാൻ കാരണം എന്താ? ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കുപരിയിൽ വെച്ചിട്ട് സത്യപ്പെടുത്തി എന്നുള്ളതാണ്. അഥവാ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് കപട വിശ്വാസികളും ജൂതന്മാരും കടുത്ത അപരാധം പറഞ്ഞു വരുത്തിയ മദീനയിൽ വെച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയും സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സുലമിയും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയതായ നഊദു ബില്ലാഹ് കടുത്ത പ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ, കളവ് ആരോപണം മദീനയിൽ പറഞ്ഞു വരുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം തന്നെയാണ് ഇഫ്ക് കൊണ്ടുവന്നത്. ഇഫ്ക് എന്ന് പറഞ്ഞാൽ ആയിഷയെ കുറിച്ചുള്ളതായ ഈ കളവ് വാർത്ത കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ആയത്തിറക്കിയിട്ട് ആയിഷമ്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തി. അതുകൊണ്ടാണ് അവർ അസ്ദീഖ എന്ന സ്ഥാനപ്പേരിന് അർഹയായത്. ഈ സിദ്ദീഖയെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രത്യേകിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആദരിക്കുന്നു. എന്തുകൊണ്ട്? അല്ലത്തി ഖാല ഫീഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയിഷ അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫദ്ലു ആയിഷത അലൻ നിസാ, സ്ത്രീകളിൽ ആയിഷക്കുള്ള സ്ഥാനം കഫദ്ലി സരീദി അലാ സായിരി തആം, ഇതര ഭക്ഷണങ്ങൾ നോക്കിയാൽ അതിൽ സരീദിനുള്ള സ്ഥാനമാകുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞതായ, അവരുടെ മഹത്വം അറിയിക്കാൻ വേണ്ടി പറഞ്ഞതായ വചനാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകളിൽ പൂർണ്ണത വരിച്ചത് 4 പേരാണ്. പുരുഷന്മാരിൽ പൂർണ്ണത വരിച്ചവർ കുറേയുണ്ട്. കമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ പൂർണ്ണത പ്രാപിച്ചവർ കുറേയുണ്ട്. വലം യക്മുൽ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് പൂർണ്ണത വരിച്ചിട്ടില്ല ഇല്ല ആസിയത്തു ഇംറാഅത്ത് ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ ആസിയത്തല്ലാതെ. വ മറിയമു ബിൻതു ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം അല്ലാതെ. അപ്പൊ മറിയം, ആസിയ അവർ പൂർണ്ണത വരിച്ച മഹദികളാണ്. വ ഖദീജത്തു ബിൻതു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു തആല നമ്മൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വ ഫദ്ലു ആയിഷത അലൻ നിസാ, ഇതര സ്ത്രീകളെ അപേക്ഷിച്ച് ആയിഷക്കുള്ള സ്ഥാനം കഫദ്ലി സരീദി അലാ സായിരി തആം, ഇതര ഭക്ഷണങ്ങളെക്കാൾ സരീദിനുള്ള സ്ഥാനമാണ്. സരീദ് എന്ന് പറഞ്ഞാൽ അറബികൾ റൊട്ടിയും മാംസവും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന ഭക്ഷണ പദാർത്ഥമാണ്. അത് അറബികൾക്ക് മുഖ്യമാണ്. ഇതര ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് അവർ അതിന് വളരെ വലിയ പ്രാമുഖ്യമാണ് കൽപ്പിക്കുക. അപ്പൊ ആ സ്ഥാനമാണ് ആയിഷക്ക് ഇതര സ്ത്രീകളെ അപേക്ഷിച്ചുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആ പരിഗണന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് നൽകുന്നു. അവിടെ ഒരു വിഷയം, ആയിഷ റളിയല്ലാഹു തആല അൻഹയാണോ അതല്ല ഖദീജ റളിയല്ലാഹു തആല അൻഹയാണോ താരതമ്യേന സ്ഥാനം കൂടിയത്? സ്ഥാനം കൂടിയത് ആർക്കാണ്? ഖദീജ റളിയല്ലാഹു തആല അൻഹക്കാണോ അതല്ല ആയിഷക്കാണോ? ഖദീജക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതിനും ഇഷ്കാലില്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതും ഇഷ്കാലില്ല. ഇവർ രണ്ടുപേരിൽ ആർക്കാണ് സ്ഥാനം കൂടുതൽ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ പ്രയോഗത്തിൽ ഖുസൂസൻ ഖദീജത, പ്രത്യേകിച്ച് ഖദീജയെ, എന്നിട്ട് ഖദീജ റളിയല്ലാഹു സ്ഥാനം പറഞ്ഞതിന് ശേഷം വസിദ്ദീഖ ബിൻത് സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകൾ സിദ്ദീഖ എന്ന് പറഞ്ഞു. അപ്പോൾ ശൈഖുൽ ഇസ്ലാമിന്റെ ഈ ശൈലി കണ്ടാൽ രണ്ടാൾക്കും ഒരുപോലെയാണ് സ്ഥാനം എന്നുള്ളത്, അതാണ് ശൈഖുൽ ഇസ്ലാമിന്റെ രീതി എന്നത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പല പണ്ഡിതന്മാരും ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് ആയിഷക്കില്ലാത്ത സ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയേക്കാൾ സ്ഥാനം ഖദീജക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ചിലർ പറഞ്ഞില്ല ആയിഷമ്മക്കാണ് സ്ഥാനം കൂടുതൽ എന്ന് പറഞ്ഞിട്ട്, ഖദീജ റളിയല്ലാഹു തആല അൻഹയേക്കാൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സ്ഥാനം പറയൽ ആനുപേക്ഷികാണ്. എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കില്ലാത്ത കുറേ പ്രത്യേകതകൾ ആർക്കുണ്ട്? ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ട്. അവരാണ് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത്. ആരും ദീനെ സഹായിക്കാനില്ലാത്തൊരു കാലഘട്ടത്തിൽ സ്വന്തം സമ്പത്ത് കൊണ്ട് ആയിഷ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയെ സഹായിച്ചതും സപ്പോർട്ട് ചെയ്തതും. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയായിരിക്കെ ആ നീണ്ട നാളുകൾ, റസൂലുള്ളാഹിന്റെ 25ാമത്തെ വയസ്സിൽ അവരെ കല്യാണം കഴിച്ച്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു കല്യാണം കഴിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിലാണ്. അത് ഖദീജ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം. അതുവരെ മറ്റൊരു സ്ത്രീയെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അത് അവരോടുള്ള റസൂലുള്ളാഹിന്റെ കൂറ് കൂടിയാണ്. പിന്നെ അവരുടെ മരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ദുഃഖവും അവരുടെ വിയോഗാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂട്ടുകാരികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതൊക്കെ, പിന്നെ അവർക്ക് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞുങ്ങളെ കനിഞ്ഞത്, അങ്ങനെ കുറേ പ്രത്യേകതകളായിരിക്കുന്നുണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ട്. ആ പരിഗണനകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് സ്ഥാനം കൂടുതലുള്ള മഹദി. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരല്ലാതെ ഒരു കന്യകയെ കല്യാണം കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റസൂലുള്ള കൊണ്ടുവന്നതായ ആദർശം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത മഹദിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂടുതൽ സ്നേഹിച്ചു ചോദിക്കപ്പെട്ടു സ്ത്രീകളിൽ നിന്നോ, അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത് ആയിഷയെയാണ് റളിയല്ലാഹു തആല അൻഹ. അന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിരിപ്പില്ല. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ജീവിച്ച നാളിൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജ റളിയല്ലാഹു അൻഹയോടായിരുന്നു. അവരുടെ വിയോഗാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റിയത് അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ഇങ്ങനെയുള്ള പരിഗണനയാൽ, ചില പരിഗണനയാൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർക്കാണ് ശ്രേഷ്ഠത കൂടുതൽ. മറ്റു ചില പരിഗണനകൾ നോക്കിയാൽ ആ വിഷയത്തിൽ സ്ഥാനം അത് ആയിഷ റളിയല്ലാഹു തആല അൻഹക്കാണ്. ഇമാം സുഹ്രിയെ പോലുള്ളതായ പല പണ്ഡിതന്മാരും പറയാറുണ്ട്, ലോക സ്ത്രീകളിൽ ഏറ്റവും വലിയ ഫിഖ്ഹുള്ള പാണ്ഡിത്യമുള്ള മഹദി അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനങ്ങൾ പിൽക്കാലത്തേക്ക് പകർന്നു നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മഹദിയാണ് ആര്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരിൽ ധാരാളം ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഈ പ്രത്യേകതകൾ ആയിരിക്കില്ല ഖദീജ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരിഗണനകൾ വെച്ചാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്കും ശ്രേഷ്ഠത ഉണ്ട്. അപ്പോൾ ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ വിഷയത്തിലുള്ളതായ അഖീദയും ആദർശവും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി ഇവിടെ രണ്ടു കൂട്ടരുടെയും സ്ഥാനം ഒരേപോലെയാണ് എണ്ണുന്നത് എന്നത് ഈ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാം. ഖുസൂസൻ ഖദീജത ഉമ്മ അക്സറ ഔലാദിഹി വ അവ്വല മൻ ആമന ബിഹി വ ആദദഹു അലാ അംരിഹി വ കാന ലഹാ മിൻഹുൽ മൻസിലത്തുൽ ആലിയ വസ്സിദ്ദീഖത ബിൻത സിദ്ദീഖ് التي قال فيها النبي صلى الله عليه وسلم وفضل عائشة على النساء كفضل الثريد على سائر الطعام. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇവിടെ സൂചിപ്പിച്ച അതിന്റെ വിശദീകരണം. ഇനി ഉള്ള ഭാഗം സഹാബികളുടെ ഇടയിൽ നടന്നതായ പ്രശ്നങ്ങൾ, ചിലത് യുദ്ധങ്ങളായിരുന്നു, മറ്റു ചില സംസാരങ്ങൾ. ഈ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുള്ളതായ വിഷയങ്ങളിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് സമീപനവും എന്താണ്, ആ ഒരു ഭാഗമാണ് ഇനി നമുക്ക് വിശദീകരിക്കാൻ. അതൊരു പ്രത്യേക വിഷയമാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും ഈ സത്യദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.